അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിയമവിദ്യാർത്ഥിനിയായ ജിഷയുടെ കൊലപാതകത്തോടനുബന്ധിച്ച് കേരളത്തിൽ സ്ത്രീ പീഡനവും അതിന് നൽകേണ്ട മാതൃകാപരമായ ശിക്ഷയും വിഷയമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സിനിമാ നടനും MP-യുമായ സുരേഷ് ഗോപി ഇസ്ലാമികമായ ശിക്ഷകളാണ്, സൗദി അറേബ്യയിലെ ശിക്ഷകളാണ് ഇത്തരം ആളുകൾക്ക് നൽകേണ്ടത് എന്ന് സൂചിപ്പിച്ചപ്പോഴേക്ക് ഇസ്ലാമിനും ഇസ്ലാമിക നിയമങ്ങൾക്കും ഒരു അംഗീകാരമാകുന്നുണ്ടോ എന്ന് ഇസ്ലാമിൻ്റെ വിരോധികൾക്ക് സംശയമുണ്ടാവുകയും അവരും ഭൗതികവാദികളും ഇസ്ലാമിക നിയമങ്ങളെയും സൗദി അറേബ്യയുമെല്ലാം തമസ്കരിക്കുകയും കരിവാരിത്തേക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ അത് 100% മാനവികമാണ്. ഇസ്ലാമിലെ ക്രിമിനൽ നിയമങ്ങൾ അത് നടപ്പാക്കുന്നത് തന്നെ ആ നിയമങ്ങൾ നടപ്പാക്കുവാൻ ആവശ്യമായൊരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം മാത്രമാണ്. അതല്ലാതെ കേവലം നിയമങ്ങൾ നടപ്പാക്കുകയല്ല ചെയ്യുന്നത്. സ്ത്രീ പീഡനം ഇല്ലാതെയാക്കുവാൻ ആവശ്യമായ സാമൂഹികമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുകയും ലൈംഗികത നിയതമായ രൂപത്തിൽ ആസ്വദിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുകയും ലൈംഗിക ഉത്തേജനത്തിന് പറ്റുന്ന രൂപത്തിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ മുഴുവനും ഇല്ലാതെയാക്കുകയും ചെയ്തതിന് ശേഷമാണ് നിയമവിധേയമല്ലാതെയുള്ള ലൈംഗിക പ്രവർത്തനവും അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമവുമെല്ലാം വലിയ കുറ്റകൃത്യമായി ഇസ്ലാം കാണുകയും അതോടൊപ്പം തന്നെ ആ കുറ്റങ്ങൾക്ക് ശക്തമായ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നത്. ഈ രംഗത്ത് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളിൽ നമ്മൾ കാണുക 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുക. അവിടെ കുറ്റം ചെയ്തവർക്ക് മാത്രമല്ല, കുറ്റത്തിന് കാരണമായവർക്ക് കൂടി ശിക്ഷ നൽകുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ സവിശേഷത. രണ്ടാമതായി കുറ്റം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രായശ്ചിത്തമായി അവർക്ക് സമാധാനത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുക. മൂന്നാമതായി സമൂഹത്തിന് ആ കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കുക വഴി ആ സമൂഹത്തിന് വലിയ പാഠം നൽകുക. ഈ 3 കാര്യങ്ങളും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്ന രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമങ്ങൾ എത്ര തന്നെ മാനവികമാണെങ്കിലും നിയമങ്ങൾ എത്ര തന്നെ പെർഫെക്റ്റ് ആണെങ്കിലും അവ നടപ്പാക്കുന്ന രംഗത്തുള്ള ആളുകളുടെ വീഴ്ചകൾ സംഭവിക്കാം. മാനുഷികമായ വീഴ്ചകൾ ഉണ്ടാകാം, സ്വാഭാവികമായ വീഴ്ചകൾ ഉണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ ചിലർ കേസുകളുമായി എൻ്റെ അടുത്തെത്തുന്നു. അവരിൽ ചിലർ അവരുടെ വാഗ്വൈഭവം കൊണ്ട് അവർ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ടാകുന്ന, എനിക്ക് തോന്നുന്ന അവസ്ഥയുണ്ടാകുന്നു. അവർക്ക് അനുകൂലമായി ഞാൻ വിധിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വിധിക്കുന്നത് ഒരു നരകമാണ് എന്നവർ ഓർത്തുകൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നിയമം നടപ്പാക്കുന്ന രംഗത്ത് ആളുകളുടെ വാഗ്വൈഭവത്തിനനുസരിച്ച്, ആളുകളുടെ വ്യത്യസ്തങ്ങളായ അവരുടെ സമർത്ഥന രീതിക്കനുസരിച്ചെല്ലാം തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന്, മാനുഷികമായ സാധ്യതയുണ്ട് എന്ന വസ്തുതയാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് ഏത് രാജ്യത്താണെങ്കിലും, ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ഏത് രാജ്യത്തിനാണെങ്കിലും ബാധകമാണ്. ആ രാജ്യത്തുള്ള എല്ലാ ആളുകളും, എല്ലാ ജഡ്ജിമാരും പെർഫെക്റ്റ് ആണ് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. പക്ഷെ ഇസ്ലാമിക നിയമങ്ങൾ ഈ രംഗത്ത് മാനവികപാട് 100% മാതൃകാപരപാട്, കുറ്റവാളിക്ക് കൃത്യമായ ശിക്ഷ നൽകുകയും സമൂഹത്തിന് പാഠമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അതുമൂലം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായ സമാധാനം നൽകുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. സൗദി അറേബ്യയിൽ ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള നിലക്ക് ഈ രംഗത്തെ സൗദിയെ തമസ്കരിക്കുവാനും കരിവാരിത്തേക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ രംഗത്ത് വിക്കിപീഡിയയിൽ ഒരു ലേഖനം തന്നെയുണ്ട്, റൈപ്പ് ഇൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞ്. ഇന്ന് കേരളത്തിൽ
സുരേഷ് ഗോപിയുടെ അഭിപ്രായ പ്രകടനത്തോടനുബന്ധിച്ച് ഇസ്ലാമിനെതിരെയും സൗദി അറേബ്യക്കെതിരെയും എല്ലാം കേവലം ആരോപണങ്ങളുമായി കടന്നു വരുന്ന ഭൗതികവാദികൾ വിക്കിപീഡിയയുടെ ലേഖനം അതേപോലെ കോപ്പി അടിച്ചുകൊണ്ടാണ് അവരുടെ ഗവേഷണങ്ങൾ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് വാസ്തവം. വിക്കിപീഡിയ ലേഖനങ്ങൾക്കുള്ള ഓതന്റിസിറ്റിയെ കുറിച്ച് പോലും അവർ പലപ്പോഴും ബോധവാന്മാരല്ല. ഏതായിരുന്നാലും വിക്കിപീഡിയ ലേഖനം പാശ്ചാത്യൻ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന വസ്തുത പോലും അതിന് അതേപോലെ കോപ്പി അടിക്കുന്ന ആളുകൾ പരിഗണിക്കുന്നില്ല എന്നത് സങ്കടകരമാണ്. വിക്കിപീഡിയ ലേഖനത്തിൽ സൗദി അറേബ്യക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമായി പറയുന്നത് മെറിറ്റൽ റൈപ്പിനും സ്റ്റാറ്റ്യൂട്ടറി റൈപ്പിനുമെല്ലാം ആവശ്യമായ നിയമങ്ങളില്ല എന്നതാണ്. മെറിറ്റൽ റൈപ്പ് എന്താണ് എന്നും സ്റ്റാറ്റ്യൂട്ടറി റൈപ്പ് എന്താണ് എന്നും അത് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നും ഒന്നും വിക്കിപീഡിയ ലേഖനത്തെ കോപ്പിയടിച്ച ആളുകൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല. പാശ്ചാത്യൻ സമൂഹത്തിൽ ഉള്ള വലിയ പ്രതിഭാസങ്ങൾ ആണവ. വിവാഹത്തിനകത്ത് പോലും വിവാഹം എന്നത് കേവലം ലൈംഗികതയിൽ മാത്രം അധിഷ്ഠിതമാവുകയും വിവാഹത്തിനകത്ത് പോലും അത് കേവലം ബലാത്സംഗം ചെയ്യേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന പാശ്ചാത്യൻ നാടുകളിൽ വിവാഹത്തിനകത്തെ ബലാത്സംഗത്തിനെതിരെയുള്ള നിയമങ്ങൾ ആവശ്യമുണ്ടാകും. പക്ഷേ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു പവിത്രമായ കരാറാണ് എന്നും അവിടെ പാരസ്പര്യത്തോടു കൂടി സ്ത്രീ പുരുഷ പാരസ്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവുകയും ലൈംഗികതയുടെ രംഗത്ത് പോലും പരസ്പരം പാലിക്കേണ്ട കൃത്യമായ ചിട്ടകൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ മെറിറ്റൽ റൈപ്പിനെ കുറിച്ചോ സ്റ്റാറ്റ്യൂട്ടറി റൈപ്പിനെ കുറിച്ചോ ചിന്തിക്കേണ്ടത് പോലുമില്ല എന്നുള്ള വസ്തുത ഇത്തരം ആളുകൾ പരസ്പരം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. കോപ്പിയടിക്കുന്ന സമയത്ത് അത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കുവാനുള്ള ഒരു സന്നദ്ധത കാണിച്ചില്ല എന്നത് സങ്കടകരമാണ്. പിന്നീട് സൗദി അറേബ്യയിൽ നടന്ന ചില കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എടുത്ത് ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. 2009 നടന്ന ഒരു ജിദ്ദ നടന്ന ഒരു കേസിലെ വിധി, അവിടെ വിധിച്ചത് ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണിനെതിരെ വിധി വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. 2009 വിധി എന്താണ് സംഭവം? 23-കാരിയായ സ്ത്രീ അവർ തൻ്റെ കാമുകനോടൊപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കാമുകനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നു. ആ ശാരീരിക ബന്ധത്തിന് ശേഷം കാമുകൻ തന്നോടൊപ്പമുള്ള തൻ്റെ സ്നേഹിതന്മാരായ മറ്റുള്ളവരെ കൂടി ക്ഷണിക്കുകയും അയാൾ ഇവളെ ചതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചതിക്കപ്പെട്ട് അവൾ ബലാത്സംഗത്തിന് വിധേയമാകുന്നു. അങ്ങനെ ബലാത്സംഗത്തിന് വിധേയമായ അവൾ തന്നെ കോടതിയിൽ തുറന്നു പറഞ്ഞ കാര്യമാണിത്. കോടതിയിൽ അത് തുറന്നു പറയുമ്പോൾ ഇസ്ലാമികമായ നിയമങ്ങൾ പ്രകാരം പാശ്ചാത്യ നിയമങ്ങൾ പ്രകാരമുള്ള ശിക്ഷയല്ല നടപ്പാക്കുക. അപ്പോൾ ഇസ്ലാമികമായ നിയമങ്ങൾ പ്രകാരം വ്യഭിചാരം ശിക്ഷ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ സ്വന്തം ഇച്ഛപ്രകാരം തൻ്റെ കാമുകനോടൊപ്പം വ്യഭിചരിച്ചു എന്ന് കോടതിയിൽ തുറന്നു പറയുമ്പോൾ അതിൻ്റെ ശിക്ഷ അവൾക്കുണ്ടാകും. ആ ശിക്ഷ അവൾക്ക് നൽകി. അവൾ ഗർഭിണിയായത് കൊണ്ട് തന്നെ ഗർഭകാലഘട്ടത്തിൽ അവൾക്ക് പോലീസിന്റെ സംരക്ഷണത്തിൽ കഴിയുവാനുള്ള അവസരം നൽകി. അതിനുശേഷം അവൾക്ക് ആ വിവാഹിത അല്ലാത്തൊരു സ്ത്രീ വ്യഭിചരിച്ചാൽ എന്ത് ശിക്ഷയാണോ നൽകേണ്ടത് ആ ശിക്ഷ നൽകി. അതോടൊപ്പം തന്നെ അവളെ പീഡിപ്പിച്ച പുരുഷന്മാർക്കെല്ലാം തന്നെ നിഷ്കൃഷ്ടമായ ശക്തമായ ശിക്ഷ നൽകി എന്നുള്ളതാണ് വാസ്തവം. അതേപോലെ തന്നെ 2006 ഏറെ പ്രമാദമായ ഒരു കേസ് ഉണ്ടാവുകയുണ്ടായി. അതാണ് ഇപ്പോഴും എടുത്തുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തീഫ് റേപ്പ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. സൗദി അറേബ്യക്കെതിരെ ഏറെ പാശ്ചാത്യ മാധ്യമങ്ങൾ കുരച്ച് ഏറെ പ്രയാസപ്പെട്ട ഒരു കേസ് കൂടിയാണ് അത് എന്നുള്ളതാണ് വാസ്തവം. എന്താണ് സംഭവം? 19-കാരിയായ പെൺകുട്ടി ഇതേപോലെ തന്നെ കാറിൽ തൻ്റെ കാമുകനോടൊപ്പം സല്ലപിച്ചു കൊണ്ടിരിക്കുന്നു. അവർ രതിപൂർവ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ചില ആളുകൾ അവളെ വളയുന്നു, അവളെ ബലാത്സംഗം ചെയ്യുന്നു. ഇതാണ് സംഭവം. ഈ സംഭവത്തിൽ കോടതി വിധിച്ചപ്പോൾ കാമുകനോടൊപ്പം രതിപൂർവ ലീലകളിൽ ഏർപ്പെട്ടത് അവൾ ഏറ്റുപറഞ്ഞ സന്ദർഭത്തിൽ അതിനെതിരെയുള്ള ശിക്ഷ ആ കോടതി വിധിക്കുകയുണ്ടായി. അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷെ അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്നത് അവൾ ചെയ്ത ഒരു തെറ്റിന് ന്യായീകരണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തെറ്റിന് കോടതി ശിക്ഷ വിധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ തെറ്റ് ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ ശക്തമായി നിഷ്കൃഷ്ടമായ ശിക്ഷയാണ് വിധിച്ചത്. 10 വർഷം ജയിൽ വാസം മാത്രമല്ല, പരസ്യമായി 1000 ചാട്ടവാറടിയാണ്
അവർക്കെല്ലാം വിധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്നാൽ ഈ പെൺകുട്ടിക്ക് ശിക്ഷ വിധിച്ചു. പക്ഷേ അവൾ അതിനുശേഷം ബലാത്സംഗത്തിന് വിധേയമാവുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തത് കൊണ്ട് തന്നെ ഇസ്ലാമിക നിയമപ്രകാരം അവൾക്ക് ശിക്ഷ വിധിച്ചുവെങ്കിലും അബ്ദുള്ള രാജാവ് തന്നെ അന്ന് ഇടപെട്ടുകൊണ്ട് ആ ശിക്ഷയിൽ ഇളവ് നൽകുകയുണ്ടായി. അവൾ പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ട് അത് രാജകീയമായ പ്രത്യേകമായ ഒരു ഔദാര്യമായിരുന്നു. അത് ആ ഔദാര്യം നൽകി എന്നുള്ളതാണ് വാസ്തവം. അതേപോലെ തന്നെ 2013 നടന്ന ഒരു സംഭവം, അത് മുസ്ലിം പുരോഹിതൻ ചെയ്തുന്ന ഒരു പ്രസംഗകനായ അൽ ആമിദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ അദ്ദേഹത്തിന്റെ സ്വന്തം കുട്ടിയെ അദ്ദേഹം 5 വയസ്സുകാരിയെ അദ്ദേഹം പീഡിപ്പിച്ചു കൊന്നു. ബലാത്സംഗം ഉണ്ട് അതിനിടക്ക് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ശാരീരികമായി പീഡിപ്പിച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ അങ്ങനെ പീഡിപ്പിച്ചു കൊന്നപ്പോൾ അതിന് ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ച സന്ദർഭത്തിൽ തീർച്ചയായും ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരമുള്ള ശിക്ഷയാണ് വിധിക്കുക. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്ത ക്രൂരതകൾക്ക് 800 ചാട്ടവാറടി, പരസ്യമായി 800 ചാട്ടവാറടി നൽകുവാൻ കോടതി വിധിച്ചു. അതോടൊപ്പം തന്നെ അയാൾക്ക് 8 വർഷത്തെ ജയിൽ ശിക്ഷയും വിധിച്ചു. അതോടൊപ്പം തന്നെ അയാൾ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. കൊലപാതകം ആരെയാണ്? സ്വന്തം കുഞ്ഞിനെയാണ്. പക്ഷേ സ്വന്തം കുഞ്ഞിനെ കൊന്നപ്പോഴും ആ കുഞ്ഞിന്റെ മാതാവിന് തീരുമാനിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഇസ്ലാമിക നിയമത്തിന്റെ മാനവികത. കാരണം തൻ്റെ മകൾ കൊല്ലപ്പെട്ടു, പക്ഷെ ആ കൊല്ലപ്പെട്ട മകൾക്ക് പകരമായി ഇയാളെ കൊല്ലണമോ അതല്ല അയാൾക്ക് മാപ്പ് നൽകി അയാൾ പ്രായശ്ചിത്തം നൽകി, സാമ്പത്തികമായ പ്രായശ്ചിത്തം നൽകി മാപ്പ് നൽകണമോ എന്ന് തീരുമാനിക്കേണ്ടത് അവളുടെ മാതാവാണ്. ആ മാതാവ് തീരുമാനിച്ചത് അയാൾ പ്രായശ്ചിത്തം നൽകി മാപ്പ് നൽകുവാനാണ്. അങ്ങനെയാണ് കോടതി 10 ലക്ഷം സൗദി റിയാൽ അയാൾക്കുള്ള ബ്ലഡ് മണിയായി പ്രായശ്ചിത്തമായി വിധിക്കുന്നത്. 2 കോടിയോളം വരുന്ന രൂപ ഈ പെൺകുട്ടിയുടെ മാതാവിന് നൽകുകയും ചെയ്തു. അതോടൊപ്പം 800 അടി പരസ്യമായി, 800 ചാട്ടവാറടി. നമ്മൾ മനസ്സിലാക്കണം, 800 ചാട്ടവാറടി എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ശിക്ഷ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അത് എത്രത്തോളം ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയായി തീരുമെന്നത്. ഇവിടെ എല്ലാം തന്നെ ഇസ്ലാമിക നിയമങ്ങളുടെ മാനവികതയാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിനെയും സൗദി അറേബ്യയെയും ഇസ്ലാമിക നിയമങ്ങളെയുമെല്ലാം എത്ര തമസ്കരിക്കുവാനും കരിവാരിത്തേക്കുവാനും പരിശ്രമിച്ചാലും ഇസ്ലാമികമായ നിയമങ്ങളുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ വേലിയേറ്റം കാണുമ്പോൾ അത് ചിന്തിക്കുന്നവർ മുഴുവനും ഇസ്ലാമികമായ നിയമങ്ങളായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു പോകും. അതിന് ആരും കുരച്ചിട്ട് കാര്യമില്ല. അതിന് ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിക നിയമങ്ങളുടെ മാനവികതയെക്കുറിച്ച് പഠിക്കുക, ഇസ്ലാമിക നിയമങ്ങളുടെ പ്രായോഗികതയെക്കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അത് ദൈവികമാണ് എന്നതുകൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും ചില സന്ദർഭങ്ങളിലെങ്കിലും ആ നിയമങ്ങളാണ് നല്ലത് എന്ന് പറയേണ്ടി വരുന്നത് എന്ന വസ്തുത ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊള്ളുവാൻ സന്നദ്ധമാവുകയാണ് ഇത്തരണത്തിൽ സത്യാന്വേഷികൾ സന്നദ്ധമാകേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമങ്ങളുടെ സത്യതയെ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുവാനുള്ള ഒരു അവസരമാണിത്. ആ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.